ഹലോ ഗായ്സ്, യെസ്, അങ്ങനെ റിവർ ഇൻഡി എന്ന് പറയുന്ന ഈ വാഹനം അങ്ങ് സ്വന്തമാക്കിയിരിക്കുവാണ്. അപ്പോൾ ഇതെൻ്റെ ചാനലെന്ന് പറയാനില്ല, ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ വാഹനം ഈ വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു സഹായകരമായിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ മൊത്തം ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെയാണ് കണ്ടത്. അപ്പം ഞാനോർത്ത് എന്തായാലും ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്താണ് സ്വന്തമായിട്ടൊരു വീഡിയോ നിർമ്മിച്ചിടുന്നത്. ഓക്കെ, എന്തായാലും കുറേ പേര് ഇതിൻ്റെ പുറകെ നടപ്പുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ്. എടുത്തത് ഇന്നലെയാണ്, ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഇത് രണ്ടാമത്തെ ദിവസമാണ്. സോ ഏകദേശം നിങ്ങൾക്ക് കാണാം 149, അതായത് 150ഓളം കിലോമീറ്റർ ഞാൻ റൈഡ് ചെയ്തു. വളരെ ഈ വണ്ടിയുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ്. ഞാൻ പറഞ്ഞു ഇത് ലോങ് ടൈം യൂസൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 1 ഡേ യൂസിനുള്ളിൽ പറയുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വണ്ടി, വളരെ എന്ന് പറഞ്ഞാൽ വളരെയധികം. നല്ലൊരു പച്ചപ്പൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്, കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് വണ്ടിയുടെ കാര്യം. വണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ 2-3 വണ്ടി എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഏതർ, സിമ്പിൾ വൺ, പിന്നെ ഇത്, ഈ 3 വണ്ടികളായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ എറണാകുളത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാ വണ്ടിയും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തി. ഏതർ, സിമ്പിൾ വൺ, പിന്നെ ഇത് റിവർ ഇൻഡി, അതിൻ്റെ കൂടെ ഞാൻ ചേതക്കും കൂടെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി. അപ്പോൾ നടത്തിയതിന് ശേഷം ഞാൻ അവസാനം ഞാൻ ഫൈനലൈസ് ചെയ്ത വണ്ടി ഇതാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയത്രേ ഉള്ളൂ, ജസ്റ്റ് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. നിങ്ങളൊരു ദിവസം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഒരു ദിവസം രാവിലെ ഇറങ്ങി എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ശേഷം, അല്ലാതെ നമ്മൾ റിവ്യൂ ചുമ്മാ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ട് മാത്രം നമുക്കൊരു വണ്ടിയിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏതർ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. കാരണം ഏതർ റിറ്റ്സ, ഞാൻ ഈ 2 വണ്ടി എടുക്കാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല, എനിക്ക് ഈ ബൂട്ട് സ്പേസ് എനിക്ക് അത്യാവശ്യം വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 വണ്ടികളെ നോക്കിയത്. പക്ഷേ നിങ്ങൾക്കറിയാം, ഏതർ റിറ്റ്സയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലത്തെ ലുക്ക് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെല്ലാം പറയുന്ന പോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് മോഡലാണ് അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നതുകൊണ്ടാണ്. പക്ഷേ എങ്കിലും ബൂട്ട് സ്പേസ് അത്യാവശ്യമുണ്ട്. പോരാത്തതിന് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും 1,70,000 പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 120 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുക്കാമെന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമെന്ന് ഓർത്തു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, ഇതിൻ്റെ റേഞ്ച് നമുക്കൊരു എക്കോയിലാണെങ്കിൽ 110 കിട്ടും, റൈഡിലാണെങ്കിൽ 90 കിട്ടും. ഇതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 2 വണ്ടികൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ, ഞാൻ ജസ്റ്റ് അവിടെ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ എക്സിക്യൂട്ടീവ് പറയുവാണ്, സാർ എല്ലാ വണ്ടികളും ഓടിച്ച് നോക്കിയ ശേഷം അവസാനം സാർ ഒരു തീരുമാനത്തിലെത്തുക. സാർ എന്തായാലും തിരിച്ച് വരുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സിമ്പിൾ വണ്ണും ബാക്കി എല്ലാം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. സിമ്പിൾ വൺ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സിമ്പിൾ വണ്ടിയുടെ ഒരു പ്രശ്നം, അതിന് 180-170 റേഞ്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. 190 പറഞ്ഞ റേറ്റ്. പക്ഷേ അതെനിക്കൊരു റൈഡിങ് ഒരു സുഖം തോന്നില്ല. മാത്രമല്ല അതൊരു ഏതർ 450Xൻ്റെ സെയിം ലുക്ക് തന്നെ. പക്ഷേ ഇതിൻ്റെ ലുക്ക്, മാസ്മരിക ലുക്ക് മാത്രമല്ല, ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇതിനകത്ത് കാല് ഈ സംഭവമില്ലേ, ഈ സംഭവം ചുമ്മാ വെച്ചിരിക്കണമല്ല, ഇതിൻ്റെ അകത്ത് കാല് വെച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ സിറ്റിംഗ് പൊസിഷൻ ഭയങ്കര സുഖമുള്ളൊരു സിറ്റിംഗ് പൊസിഷനാണ്. അതുമാത്രമല്ല, ഇവിടെ ഇരുന്ന് നിവർന്ന് നമ്മൾ ഇരിക്കുമ്പം, പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ കുത്തി നിറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വണ്ടികൾ നമ്മൾ കാണാറുണ്ട്. എക്സാമ്പിൾ ഏതർ, ഓല. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും വണ്ടി വഴുകി നിൽക്കും. പക്ഷേ ഇതിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതും. പിന്നെന്താണ് ട്രിപ്പ് 1, സമയം, എക്കോയാണോ റൈഡാണോ. ഇതിൻ്റെ അകത്ത് ഇതാണ് റൈഡ്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ച്. ഇപ്പം ഞാനിവിടെ എക്കോയിലാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സോ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് റൈഡ് മോഡിലേക്ക് മാറും. വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 1 മിനിറ്റ് ഇതൊന്നു ഓക്കെ, ഇപ്പോഴാണ് സ്റ്റാർട്ടായത്. ഇനി ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും റൈഡിലേക്ക് മാറി. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റൈഡായി. സോ വീണ്ടും ചേഞ്ച് ചെയ്യുമ്പോൾ റഷ് മോഡിലേക്ക് മാറും. റഷ് മോഡിലാകുമ്പോഴത്തേക്കും കിലോമീറ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് 73% ചാർജ് ഉണ്ട്. 55 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. റൈഡിൽ 72 കിലോമീറ്റർ, എക്കോയിൽ 75 കിലോമീറ്റർ. അതായത് ഏകദേശം ഒരു റൈഡ് മോഡൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ, റൈഡ് മോഡാണ് ഇതിനകത്ത് ഏറ്റവും കംഫർട്ടായിട്ട്
നമ്മൾ സാധാരണ ഒരു ബൈക്ക് ഓടിച്ച് പോകുന്ന ആ ഒരു സുഖത്തിൽ ഓടിച്ചു പോകാൻ പറ്റിയ മോഡെന്ന് പറയുന്നത് റൈഡ് മോഡാണ്. പിന്നെ എക്കോ മോഡ് നമുക്കൊരു 55 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ പോലും ഒരു പവർ ഇനിഷ്യൽ ടോർക്ക് കിട്ടാത്തതുകൊണ്ട് മാക്സിമം എല്ലാവരും റൈഡ് മോഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ കുറച്ച് ട്രാഫിക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ റൈഡ് മോഡ് യൂസ് ചെയ്യാതെ എക്കോ മോഡ് തന്നെ മാക്സിമം യൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു 110-115 കിലോമീറ്റർ കിട്ടും. ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ റൈഡും എക്കോയും മാറ്റി യൂസ് ചെയ്തിട്ട് 100-105 കിലോമീറ്ററോളം ഞാൻ ഇന്നലെ തന്നെ റൈഡ് ചെയ്തു. പിന്നെ ഇടയ്ക്കൊന്ന് ചാർജിന് ശേഷമാണ് ബാക്കി ഇന്നലെ മാത്രം ഞാൻ 120 കിലോമീറ്റർ റൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഒരു 1.5 മണിക്കൂർ ചാർജിന് ഇട്ട ശേഷം ബാക്കി കുറച്ചുകൂടെ ഓടി. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ഞാൻ പറഞ്ഞത് ഒരു 100-105 കിലോമീറ്ററോളം ഞാൻ ഇന്നലെ ഓടി. അത് 100 to 0 അല്ല ഞാൻ പറഞ്ഞത് സാധാരണ റൈഡാണ്, സാധാരണ റൈഡിൻ്റെ റേഞ്ചാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഇതിൻ്റെ അകത്തെ ബൂട്ട് സ്പേസാണ്. മാരക ബൂട്ട് സ്പേസാണ് കേട്ടല്ലോ. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ്, പിന്നെ ക്യാമറ ബാഗ്, പിന്നെ ചാർജർ. ഇതിൻ്റെ അകത്ത് 2 ഹെൽമെറ്റ് വയ്ക്കാം, ഒരു ഫുൾ ഫേസും വയ്ക്കാം, പിന്നെ ഒരു ഹാഫ് ഫേസും വയ്ക്കാം. അപ്പോൾ മാരകമായ സ്പേസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെയുണ്ട് സ്പേസ്, കണ്ടല്ലോ, വിശാലമായ സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ചാർജ് ചെയ്യണ ആ സോക്കറ്റ് തുറക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ലിവറുണ്ട്. ആ ലിവർ പിടിച്ച് വലിക്കുമ്പോൾ ഇത് ഇവിടെ കണ്ട, ഇവിടെ ഒരു സാധനം ഓപ്പണായി തന്നെ കണ്ടോ, നോക്കിക്കോണേ. ഇവിടെ പിടിച്ച് വലിക്കുമ്പം കണ്ട ഓപ്പണായി വരും. സോ ഇതിനകത്ത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു റബ്ബർ മോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതങ്ങ് വലിച്ചൂരുക. യെസ്, കണ്ടോ, ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാം. 5 മണിക്കൂറോളാണ് ചാർജിങ്ങിന് ടൈം കാണിച്ചത്. ഞാൻ ഇന്നലെ രാത്രി വണ്ടി കൊണ്ട് കുത്തിയിടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5%-4% എന്തോ ഉള്ളായിരുന്നു. എന്നിട്ട് ഏകദേശം 5 മണിക്കൂറോളം ചാർജ് കംപ്ലീറ്റ് ചെയ്യാണെന്ന് കാണിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡ് ചാർജ് ആകുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ മാസം, അതായത് ഇത് സെപ്റ്റംബറാണ്, സെപ്റ്റംബർ മാസം എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു. 1,60,000 ഓൺ റോഡ് ആയത്. പക്ഷേ 3,000 രൂപ ഞാൻ എടുക്കുന്ന സമയത്തൊരു ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3,000 ഓഫറും കിട്ടി. അതോടൊപ്പം ഇത് കണ്ടോ, ഇതും മാറ്റും എനിക്ക് ഇതിനൂടെ ഫ്രീ ആയിട്ട് കിട്ടി. ഇതിന് ഏകദേശം 1000 സംതിങ് റേറ്റാണ്. ഇതിനും 1000-ത്തിനടുത്തും കണ്ട വരും. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. 3,000 രൂപ ഓഫറും കിട്ടി. പിന്നെ അഡീഷണലായിട്ട് ചെയ്തത് ഈ ഒരു ബാക്ക് റെസ്റ്റാണ്. ഇതിനും ഏകദേശം 1000 സംതിങ് രൂപയോളമായി. പിന്നെ ഞാനൊരു ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഫുഡ് റെസ്റ്റ്, ഇത് ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ഇതിന് ഏകദേശം 1,600 രൂപയാവും. ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവരുടെ തന്നെ ഒരു കീ ചെയിനും കിട്ടിയിട്ടുണ്ട്. കൊള്ളാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനായിട്ട് ഓടിച്ചപ്പോൾ പക്ക കംഫർട്ടാണ്. ഈ ടയർ സൈസ് ഉണ്ട്, ഏകദേശം 14 ഇഞ്ചാണെന്ന് തോന്നുന്നു. അതെ, 14 ഇഞ്ച് ടയർ സൈസ്. 14 ഇഞ്ച് അല്ലേടാ? യെസ്. അപ്പോൾ 14 ഇഞ്ച് ടയർ സൈസാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് സ്പീഡിൽ പോകുമ്പോഴൊക്കെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും നമുക്ക് ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ ടയർ സൈസാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബെൽറ്റല്ല, ചെയിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ചെയിൻ ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് പൊട്ടും, ചെയിൻ നമുക്ക് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുന്നു. തുടക്കമാണ്, നമുക്കിതറിയത്തില്ല. എങ്കിലും നമുക്കത് പരീക്ഷിച്ച് നോക്കാം. വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. വീട്ടിൽ സോളാറാണ്, അതുകൊണ്ട് എനിക്ക് വേറെ എക്സ്ട്രാ കറണ്ട് ചാർജൊന്നും അതിനകത്തൊന്നുമില്ല. പിന്നെന്താ വണ്ടിയെപ്പറ്റി പറയാൻ? വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ ഓക്കെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം സി ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം, കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ABS അല്ല എങ്കിൽ പോലും ബ്രേക്കിംഗ് പക്ക ബ്രേക്കിംഗ് ആണ്. നമുക്ക് കംഫർട്ടായിട്ട് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ബാക്കിൽ ഒരാളെ വെച്ച് ഞാൻ റൈഡ് ചെയ്തു. പിന്നെ എൻ്റെ അമ്മ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കയറ്റി നോക്കി. അമ്മ വൺ സൈഡിൽ നോക്കി, പക്ക കംഫർട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓൾറെഡി ഒരു ബുള്ളറ്റും കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി മുതൽ ഞാൻ ഇതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ സെൻട്രൽ സ്റ്റാൻഡുണ്ട് കേട്ടോ, അതൊരു പോസിറ്റീവാണ്. സെൻട്രൽ സ്റ്റാൻഡുണ്ട്. നമ്മൾ ഈ ഗട്ടർ കാണുമ്പോഴത്തേക്ക് സെൻട്രൽ സ്റ്റാൻഡ് ചെറുതായിട്ട് തട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്പേസ്. ഓക്കെ, അപ്പം വേറെ നെഗറ്റീവായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. എന്തായാലും ബാക്കി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വണ്ടി വാങ്ങിച്ചതിന് ശേഷം, പരീക്ഷിച്ചതിന് ശേഷം
ഡയറക്റ്റായിട്ട് അങ്ങ് നോക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല റേഞ്ച് റൈഡ് മോഡിൽ 90 റേഞ്ച് കിട്ടുന്നത്. റൈഡ് മോഡിൽ 90 കിട്ടും. അതായത് 100% ചാർജിൽ 90 ഉറപ്പായിട്ടും കിട്ടും. അതെന്തായാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ ഒന്ന് ഏതെങ്കിലും റൈഡ് മോഡ് മാത്രമായിട്ട് വേണം നോക്കാം, എക്കോ മോഡ് മാത്രമായിട്ട് നോക്കാം. പിന്നെ എക്കോ മോഡിലാണെങ്കിൽ ഒരു 110 അത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ, പറയുന്ന റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എത്ര ഉണ്ട്? 73% എനിക്ക് 75 റേഞ്ച് കാണിക്കുന്നത്. അത് എക്കോയിലാണ്. റൈഡിലാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 74-73 കാണിക്കുന്നത്. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇരുന്ന് ഓടിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്. സീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പക്ക സീറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു, റൈഡിങ് കംഫർട്ട് പക്കയാണ്, വണ്ടിയുടെ ലുക്ക് പക്കയാണ്, ബെൽറ്റ് ഡ്രൈവ് അല്ല, ചെയിനാണ്. ഹബ്ബ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. വീട്ടിൽ ഓൾറെഡി എനിക്കൊരു ഒരു ആംപെയറിൻ്റെ EV ഉണ്ട്, ഹബ്ബാണ്. അത് കയറ്റം കയറുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് TVS iQube ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയെപ്പറ്റി പറയാനുള്ള. പക്ക ലുക്കാണ്. ഈ റെഡ് തന്നെ പക്ക രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോറൂമിൽ പോകുമ്പോഴത്തേക്കും പുതിയൊരു വൈറ്റും ഒരു ആഷ് കളറും ഇറങ്ങിയിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡാണ് കളറ്, പക്ഷേ ഇത് റോഡിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. പിന്നെ ഈ തുടക്കം ഇത് ആൾക്കാരൊക്കെ എടുത്തു തന്നെ ഉള്ളതുകൊണ്ട് ഇതും കൂടെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും, ഇതേത് വണ്ടിയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു ഇതിനെപ്പറ്റി വലിയതായിട്ട് അവെയറുള്ള ആളൊന്നുമല്ല, എങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണേൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം മാക്സിമം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.